എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. നമുക്കിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരേപോലെ റെസണാലിറ്റി ആവില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം. അപ്പോൾ ഞാൻ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും സമയം കുറച്ച് കാണാനായിട്ട് ഉപയോഗിച്ചാൽ മതിയല്ലോ. അതെ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കണ്ട. കാർഡ് എടുക്കുന്ന ടൈം വേസ്റ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ പിന്നെ ഇത് വാട്സാപ്പ് നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വ്യവസായ സംബന്ധമായിട്ടോ എന്തിനു വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എടുക്കാം, എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇത്, ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ എല്ലാവരും ദയവേത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് പഴയത് എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടിയിട്ട് നിങ്ങൾക്ക് സന്തോഷം വരണു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സന്തോഷം വരുന്നത് പഴയ കാലത്ത് നിന്നാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. പഴയ നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരിച്ചു കിട്ടുക, നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക, അങ്ങനെയൊക്കെ പഴയ കാലത്ത് നിന്ന് നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നാണ് പറയണത് കേട്ടോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമയം നല്ല ചേഞ്ച് ആവാൻ പോവാണ്. ഇപ്പോൾ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം തീർന്നതിന് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. നല്ലൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, നിങ്ങൾ ഏത് ദൈവത്തിനാണോ വിശ്വസിക്കുന്നത് ആ ദൈവം നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ട്, നിങ്ങളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ നല്ല വഴി കാണിച്ചു തരാനായിട്ട് നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി നിങ്ങളുടെ ഒപ്പമുണ്ടെന്നാണ് പറയണത്. നിങ്ങളിപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാനായിട്ടൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവുമെന്നാണ് പറയുന്നത്. പരസ്പരം പ്യുവറായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, പ്യുവറായിട്ടുള്ള സ്നേഹം ഉണ്ടാവാം, നല്ല സ്നേഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ നല്ല നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. പിന്നെന്താണ്, 6 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അതിനൊക്കെ മനസ്സിന് നല്ല ധൈര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിന് ധൈര്യമൊക്കെ വീരൊക്കെ മനസ്സിന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണോ കഠിനാധ്വാനം ചെയ്തിരുന്നത് അതിനൊക്കെ ഫലം ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ കടം കൊടുത്താൽ പൈസ തിരിച്ച് കിട്ടി, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തിരി പൈസ കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ലഭിക്കാനായിട്ടൊൊരു സാധ്യതയുണ്ടെന്ന് പറയണത്. നിങ്ങൾ മറ്റുള്ളവരുടെയൊക്കെ നല്ല ഔദാര്യമൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയണത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ലവ് റീഡിങ്ങിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഇഷ്ടംപോലെ, വളരെ നന്നായി സ്നേഹിക്കുന്ന, ഇഷ്ടംപോലെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അത്ര അങ്ങോട്ട് സ്നേഹിക്കുന്ന അത്രയും ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നില്ല. ഇനി വിജയമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളിനി എന്താ പറയുക, കുറേ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു അതിൻ്റെ ഒരു അവസാനം ഇനി നല്ലൊരു സമയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കാനായിട്ടൊരു സമയമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്നേഹത്തോടെ വരാനായിട്ടൊരു സാധ്യതയാണ് ഈ ആഴ്ച കേട്ടോ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വശത്താണ് ഇനി എന്താ പറയുക, നീതി കിട്ടണം. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചത് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് നീതി കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കേസ്, കോടതി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് പറയുന്നത്.
നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇനി കാര്യങ്ങൾ ഈ ആഴ്ചയിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു നിങ്ങളറിയുന്ന ആരെങ്കിലുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. ചെറിയ ചെറിയ എന്താ പറയുക, ഒരു അടികൂടലോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുക, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുക. കുറച്ച് പേർക്ക് ലൈഫിൽ വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടം വരാനായിട്ടൊരു സാധ്യതയുണ്ട് കുറച്ച് പേർക്ക് കേട്ടോ. ഒരുപാട് ടെൻഷൻ, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തമ്മിൽ അടികൂടുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചുമ്മാ വഴക്കുണ്ടാവുക. പ്രശ്നങ്ങളെയൊക്കെ വലിയ കൂടുതലാക്കി എടുക്കാതെ അത് സോൾവാക്കി വിടണം, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കേട്ടോ. ഇപ്പം നിങ്ങൾ ഭൗതികമായ സമ്പത്തിനൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. മൂല്യമുള്ള വസ്തുക്കളൊക്കെ സ്നേഹിക്കുക. പണം ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ഒരുപാട് പണം ഉണ്ടാക്കണം നിങ്ങൾക്ക്, അങ്ങനെയുള്ള ചിന്തകളാണ് നിങ്ങൾക്ക്. മൂല്യമുള്ള വസ്തുക്കളെ സംഭരിക്കുന്ന വ്യക്തി, പിന്നെ ഭൗതികമായ സുഖത്തിനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള വ്യക്തി, ഭൗതികമായ സുഖങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ പിന്നെ പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ടൊരു തീരുമാനം എടുക്കാനൊരു സമയം. ജോലി സംബന്ധമായൊക്കെ നിങ്ങളുടെ സ്ഥിതിയിലൊക്കെ നല്ല മാറ്റമാണ് ഇനി വരാൻ പോകുന്നത്, നല്ല വളർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ എന്തിനു വേണ്ടിയാണോ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത് അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവാൻ പോവാണ്. നിങ്ങളുടെ ഉയർച്ചയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാവും. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ വിജയമൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് ചെറിയ ടെൻഷനൊക്കെ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാവുക. കുറച്ചൊരു ടെൻഷനൊക്കെ കുറച്ച് പേർക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. കുറച്ച് പ്രോബ്ലംസ് കുറച്ച് പേർക്ക് വരും. ഒരുപാട് സമ്മർദ്ദം അനുഭവപ്പെടുക, ദുഃഖത്തിൽ കുറച്ച് പേർക്ക് ഒരു ദുഃഖം വരാനായിട്ടൊരു സാധ്യത. കുറച്ച് പേർക്ക് അതിപ്പോൾ ഇതും കുറച്ച് പേർക്ക് ഒരു അടികൂടുന്ന കാര്യവും പറഞ്ഞല്ലോ, ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ വളരെ കുറച്ച് പേർക്കാണ്, ബാക്കിയൊക്കെ നല്ലതാണ് കേട്ടോ ഒട്ടുമിക്കവർക്കും. അപ്പോൾ എന്താ പറയുക, ഒരു സമ്മർദ്ദം അനുഭവപ്പെടുക, ഒരുപാട് പ്രോബ്ലംസ് അഭിമുഖീകരിക്കേണ്ടി വരിക, ഭയാനകമായ ആശങ്കകൾ ഉണ്ടാവുക, ദുഃഖങ്ങൾ, വിഷാദം അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് കുറച്ച് പേർക്കുണ്ട്. ജോലിയിലാണെങ്കിൽ ഒരുപാട് ജോലി ഭാരം കൂടാം, അങ്ങനെയും ടെൻഷൻ കൂടാം. അങ്ങനെയൊക്കെ കുറച്ച് പേർക്കുണ്ട്, വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ നല്ലതാണ്. പിന്നെന്താണ്, നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് നടക്കാനായിട്ടൊരു സമയമായി എന്നാണ് പറയണത്. പ്രൊപ്പോസൽ വരിക, വിവാഹം നടക്കുക. അപ്പോൾ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് വിവാഹം നടക്കാനായിട്ടൊരു സാധ്യത. വളരെ സൗഹാർദ്ദപരമായിട്ടൊക്കെ പെരുമാറുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ ബുദ്ധി, നല്ല എളിമ, നല്ല ചിന്താശീലമൊക്കെ ഉള്ള ഉയർന്ന ചിന്താഗതിക്കുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിന് സമയമായി, വിവാഹത്തിന് സമയമായി റിലേഷൻഷിപ്പിലാണെങ്കിൽ നല്ല സ്നേഹമായിരിക്കും എന്നാണ് പറയുന്നത് ഈ ആഴ്ചയിൽ കേട്ടോ. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് നല്ലൊരു എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടൊരു സാധ്യതയാണ് പറയുന്നത്. വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതം ഉണ്ടാവാനായിട്ടൊരു സാധ്യത. നല്ല സ്നേഹമുള്ള ഭാര്യയും മക്കളും, അങ്ങനെ നല്ലൊരു കുടുംബജീവിതം ഈ ആഴ്ചയിൽ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയാണ് പറയുന്നത് കേട്ടോ. പൈസയൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് പേർക്ക് ചെറിയൊരു പ്രയാസങ്ങളേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും നല്ലൊരു ആഴ്ചയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ റീഡിങ് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.